ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബേക്കറി സ്റ്റൈൽ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഈ പലഹാരം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാനും വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് സെർവ് ചെയ്യാനൊക്കെ പറ്റിയൊരു പലഹാരമാണ് ഇത്. വരൂ, നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണിത്. കൂടെ ഞാൻ അരക്കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അരക്കപ്പില്ല, അരക്കപ്പിനേക്കാളും കുറച്ച് കുറവാണ്. സ്നാക്കിൽ അധികം മധുരം മുന്നിട്ട് നിൽക്കില്ല, ഒരു പാകത്തിനുള്ള മധുരത്തിലുള്ള സ്നാക്കാണിത്. പഞ്ചസാര 2 ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചതാണിത്. പഞ്ചസാര പൊടിച്ചെടുത്താൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ഇതിലോട്ട് ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യാണ്. നല്ല മിൽമയുടെയൊക്കെ നെയ്യ് ഒരു 2 ടീസ്പൂണോളം എടുക്കാം. ഡാൽഡ ഒന്നും ഉപയോഗിക്കരുത്. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നെയ്യ് ചേർത്തെടുത്ത ശേഷം ഞാനൊരു ചെറിയ ബൗളിലോട്ട് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുത്ത ശേഷം നമ്മൾ ഗോതമ്പ് പൊടിയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മുട്ട മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയെടുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഈ മുട്ടയുടെയൊക്കെ നനവിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതിയാകും. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ ഇല്ലേ, അതിനേക്കാൾ കുറച്ച് ടൈറ്റായിട്ട് വേണം ഇത് കിട്ടാൻ. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ കുഴച്ചെടുപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1-2 ടീസ്പൂൺ തന്നെ വെള്ളം മതിയാകും. ഇപ്പം ഞാനിത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ, നേരെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ പരിപാടിയും കഴിയും. ഞാൻ ഇതുപോലെ ഒരു പത്തിരി പലക എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഈ കൗലിലും നമ്മൾ ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, അതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പരത്തി ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് പരത്തണ്ട കേട്ടോ, ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലൊക്കെ പരത്തിയെടുത്താൽ മതിയാകും. ഇതുപോലെ കറക്റ്റ് തിക്നെസ്സിൽ പരത്തിയെടുക്കണേ. എല്ലാ ഭാഗവും ഒരേ തിക്നെസ് ആവാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കത്തിയിലൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ആദ്യം ഞാൻ കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചതുരത്തിലാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ക്യൂബാക്കി കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ വേസ്റ്റായി കിട്ടുന്ന പീസ് നമുക്ക് വീണ്ടും കുഴച്ച് വീണ്ടും പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇതുപോലെ വരഞ്ഞു കൊടുത്ത് 2 ഭാഗത്തോട്ടും വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ക്യൂബ് ഷേപ്പിൽ കിട്ടിക്കോളും. കട്ട് ചെയ്തെടുത്ത പീസസ് എല്ലാം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയില്ലേ ആ വേസ്റ്റായ പീസ്, അതും ഇതുപോലെ പരത്തിയെടുത്ത് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. അതിനായിട്ട് ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലൊക്കെ എടുത്താൽ മതി. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കാറിപ്പോവും. ഇതുപോലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാലം കേടാവാതെ ഇരിക്കണമെങ്കിൽ ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഇനി ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യൂബ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി, കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞ് അകവശം വേവാതിരിക്കും. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു ചുവ വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഉള്ളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. എന്നാലും ഇത് അധിക സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കാവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ബേക്കറിയിലൊക്കെ ഇങ്ങനത്തെ പലഹാരം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലേ, അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അത് മാത്രമേ ഇതിൽ സൂക്ഷിക്കാനുള്ളൂ. ഒരു 2-3 ബാച്ചായിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് വെന്ത് വരുമ്പോൾ ഇത് സ്വല്പം ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇത് സൈസ് ഒന്ന് കൂടുന്നുണ്ട്. എല്ലാം ഞാൻ ഇതുപോലെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. ഓവർ മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ സൗണ്ട് കണ്ടില്ലേ, എന്തൊരു ക്രിസ്പിയാണെന്ന്. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകമേ കുറച്ച് സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുക. അതുപോലെ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് കാലം കേടാവാതെ ഇരിക്കേ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കുട്ടികളൊക്കെ ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അധിക സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയോ കൂടുതൽ ചേരുവകളോ ഒന്നും ആവശ്യമില്ല. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്